ശ്രീനാരായണ ഗുരുവിൻ്റെ കുടുംബസങ്കല്പത്തെ, ഗുരു സ്മൃതിയെ, ധർമ്മത്തെ ആസ്പദമാക്കി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. രസകരമായൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചത്. നല്ല തല്ല് കൊടുക്കണം. ഒരു പിതാവെന്നുള്ള നിലയിൽ ഞാൻ തല്ലിയിട്ടുള്ളതിന് കൈയും കണക്കുമില്ല. ഞാൻ മുൻപൊരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഗുരു സഹിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മക്കളെ നല്ല തല്ല് കൊടുക്കും. സ്വാമി പറഞ്ഞ മാതിരിയൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് തുടയിലടിക്കണമെന്നാണ്. പക്ഷെ കിട്ടുന്നിടത്താണ് അടി. അടിച്ചു കഴിയുമ്പോൾ ഒരു സങ്കടമാണ്. ഞാൻ തല്ലിപ്പോയല്ലോ, പിന്നെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല, ഒന്നും വായിക്കാൻ പറ്റില്ല. മാറിയിരുന്ന് ഞാൻ ആലോചിക്കും. ലോകം മുഴുവൻ കരുണയെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് ഞാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ദ പ്രോഫിറ്റ് ഓഫ് പീസ് എന്ന സ്വാമി ജോൺ ധർമ്മതീർത്ഥയുടെ പുസ്തകം മുൻനിർത്തി ഇത്രയേറെ വലിയ സാമൂഹിക മാറ്റങ്ങൾ നടത്തിയ ഗുരു ഒരു ചെറിയ തുള്ളി ചോര പോലും പൊടിയാതെയാണ് ഈ പ്രക്രിയകളൊക്കെ നടത്തിയത് എന്നത് അഭിമാനത്തോടു കൂടി പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. ഒരു കള്ളൻ ചക്ക കട്ടുകൊണ്ടുപോയതിന്, തേങ്ങ മോഷ്ടിച്ചതിന്, അമ്പലക്കുറ്റി അതോടെ അടിച്ചുകൊണ്ട് പോയതിന് ശ്രീനാരായണ ഗുരു പറഞ്ഞ തമാശ വളരെ തീപിടിച്ചൊരു തമാശയാണ്. കള്ളൻ പാവം, ഈ പണമൊക്കെ പലയിടത്ത് കിടന്നിരുന്നെങ്കിൽ കള്ളൻ പ്രയാസപ്പെട്ടു പോകുമായിരുന്നു. ഇതെല്ലാം കൂടി ഒരിടത്തായപ്പോൾ കള്ളൻ എന്ത് സൗകര്യമായി എന്ന് സ്നേഹത്തിൻ്റെ പ്രവചനത്തിനൊരു പുതിയ സംസ്കാരം പറഞ്ഞ ഗുരുവിനെ പറ്റി സംസാരിക്കുന്ന ഞാൻ മക്കളെ ഇങ്ങനെ തല്ലുന്നത് ശരിയാണോ എന്നാലോചിച്ച് അവന്മാരെ തല്ലുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പറയും, എന്നോട് പൊറുക്കണം, ഒരു മുത്തമൊക്കെ കൊടുത്തിട്ട് ഞാൻ തല്ലിയതിൽ വിഷമിക്കരുത്. കാരണം തല്ലുകൊണ്ട് കൈവിട്ടു പോകരുതല്ലോ. തല്ലിക്കഴിഞ്ഞ് ഈ പിതാവിന് ഞങ്ങളോട് പകയാണ് എന്ന് മഹാത്മാഗാന്ധിയുടെ മകൻ എഴുതിയതുപോലെ എൻ്റെ മക്കൾ എഴുതരുതല്ലോ. അത് കപിൽ കപൂർ, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു, മഹാത്മാഗാന്ധിയെക്കുറിച്ച് എഴുതിയ ജീവചരിത്രത്തിൽ ആ കത്ത് കൊടുത്തിട്ടുണ്ട്. ഗാന്ധിയുടെ ഒരു പുത്രൻ 10-20 പേജ് വരുന്ന ഒരു കത്ത് മഹാത്മാഗാന്ധിക്ക് എഴുതിയിട്ടുണ്ട്. പിതാവേ, അങ്ങ് ലോകത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അങ്ങ് നിഷേധിച്ചു. ഒരഭിപ്രായം പോലും സ്വയം തുറന്നു പറയാൻ അനുവദിക്കാതെ അങ്ങ് ഞങ്ങളെ മാനസികമായി ശിക്ഷിച്ചു കൊണ്ടിരുന്നല്ലോ എന്നതുപോലെ മക്കൾ കൈവിട്ടു പോകരുതല്ലോ എന്ന ഭയം കൊണ്ട് അവരുടെ അടുത്ത് പോയിരുന്നിട്ട് പറയും, പാപ്പച്ചീനോട് പൊറുക്കണം, ഞാൻ തല്ലിയത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ടോ. അപ്പം കുറേ കഴിയുമ്പോൾ അതിലൊരുത്തം വന്നിട്ട് പറയും, പാപ്പച്ചി ഇങ്ങനെ ദേഷ്യപ്പെടരുത്, ദേഷ്യപ്പെടുമ്പോൾ ഹൃദയത്തിന് കേടാണ്, നിങ്ങളുടെ പാപ്പച്ചിയുടെ ശരീരത്തിനത് ദോഷമാണ്, ഞങ്ങൾ ശ്രമിക്കാം, നന്നാവാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ ഈ തല്ലിൻ്റെ ഫിലോസഫിയെക്കുറിച്ച് സ്വാമി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയായിരുന്നു. എന്തോരം തല്ലുകൊണ്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നു വന്നത്, എന്തോരം തല്ല് കൊടുത്തിട്ടാണ് മക്കളെ വളർത്തുന്നത് എന്നതിനിടയിൽ തല്ലാതെ എങ്ങനെ വളർത്താം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ളൊരു ആലോചനയും ഒരു മധ്യമാർഗം പോലെ, ഒരു ബുദ്ധമാർഗം പോലെ കിടക്കുന്നതിനെക്കുറിച്ച് ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇതിപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഗാർഹസ്ഥ്യ ധർമ്മത്തെക്കുറിച്ചിട്ടുള്ള സംവാദമായതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ച് വെറുതെ ഒന്ന് കടക്കാനൊരു എൻട്രി എന്ന നിലയിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ചലച്ചിത്രമേള നടക്കുന്ന ഒരു ദിവസങ്ങളാണ്. ഞാൻ ആ മേളയുടെ ബാഗുമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, വളരെ മുൻപ് കിം കി ഡുക്ക് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ചലച്ചിത്രകാരൻ അദ്ദേഹം മരിച്ചുപോയി. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം മരിച്ചുപോയി. 32ാമത്തെ വയസ്സിൽ ആദ്യമായി സിനിമയുടെ കെമിസ്ട്രി മനസ്സിലാക്കുകയും ലോകപ്രശസ്തമായ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുകയും ചെയ്ത കിം കി ഡുക്കിൻ്റെ ആദ്യകാല ചലച്ചിത്രങ്ങളിലൊന്നായ സ്പ്രിംഗ്, സമ്മർ, ഫാൾ, വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന സിനിമ തിയേറ്ററിൽ കൊണ്ട ഓർമ്മ എനിക്കുണ്ട്. ആ ചലച്ചിത്രം ഋതുക്കളെ കുറിച്ചിട്ടുള്ളൊരു ചലച്ചിത്രമാണ്. ഒരു ബുദ്ധസന്യാസിയുടെ തടാകക്കരയിലെ ആശ്രമത്തിലേക്ക് ഒരമ്മ തൻ്റെ ഏറ്റവും കുസൃതി നിറഞ്ഞ മകനെ കൊണ്ടാക്കുന്നതാണ് ആ സിനിമയുടെ പ്രമേയം. ആ തടാകക്കരയിലെ വീട്ടിൽ താമസിച്ച് ആ മുനിയുടെ വചനങ്ങൾ പഠിച്ച് ഈ കുസൃതിക്കാരൻ ഒരു മഹാമുനിയായി മാറുന്നതും
ആ തടാകത്തിൽ തന്നെ തൻ്റെ സമാധിയുടെ അഗ്നികുണ്ഠം വിരിച്ച് സ്വാമി എരിഞ്ഞു പോകുമ്പോൾ ആ സ്വാമിയുടെ ചൈതന്യം ശരീരത്തിലേക്ക് ഏറ്റെടുത്ത്, നമ്മൾ വിതുരധർമ്മത്തെക്കുറിച്ചൊക്കെ മഹാഭാരതത്തിൽ പറയുന്നത് പോലെ വിതുരരുടെ പുറകെ ഓടിയ യുധിഷ്ഠിരൻ്റെ ദൃശ്യം മഹാഭാരതത്തിലുണ്ടല്ലോ. കൊച്ചച്ഛ, അങ്ങ് എവിടേക്കാണ് ഓടുന്നത്? അവർ വനവാസത്തിന് പോയ സമയത്ത് കാടിനുള്ളിലേക്ക്, ഉൾക്കാട്ടിലേക്ക്, പിന്നെയും അതിൻ്റെ ഉള്ളിലേക്ക്, കാടിൻ്റെ ഹൃദയത്തിലേക്ക് യുധിഷ്ഠിരനെ ഓടിച്ചിട്ട് അവസാനം വിതുരർ തിരിഞ്ഞു നിൽക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. ആ തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് വിതുരരുടെ ചൈതന്യം മുഴുവൻ യുധിഷ്ഠിരൻ്റെ ശരീരത്തിലേക്ക് പ്രസരിപ്പിക്കുന്ന വ്യാസകവിത മഹാഭാരതത്തിനുള്ളിൽ വായിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതുമാതിരി ഈ കിംകിടുക്കിൻ്റെ ചലച്ചിത്രത്തിൽ ഗുരു സമാധിയാകുമ്പോൾ ഗുരു ചൈതന്യം ഏറ്റെടുത്ത് അനന്തരകാലങ്ങൾക്ക് വേണ്ടി ഗുരുവായി തീരാൻ ശ്രമിക്കുന്ന ആ കുട്ടിയുടെ ഋതുക്കളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ആ തടാകം ഐസ് കട്ട കൊണ്ട് മൂടും. അപ്പോൾ തോണി വേണ്ട, ആ ഐസ് കട്ടയുടെ മുകളിലൂടെ നടന്ന ആശ്രമത്തിലേക്ക് കിടക്കാം. വേനൽക്കാലമാകുമ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോഴും തോണി തുഴഞ്ഞു വേണം ആശ്രമത്തിലേക്ക് പോകാൻ. ഇതിൽ അപാരമായ ഒരു രംഗമുണ്ട്. ഈ കുട്ടി ഒരു ഘട്ടത്തിൽ സ്വാമി ഉറങ്ങിക്കിടക്കുമ്പോൾ തോണി തുഴഞ്ഞ് ഈ തടാകത്തിന് പുറത്തു വന്നിട്ട് അവൻ വെറുതെ വനത്തിലൂടെ സഞ്ചരിക്കും. ആ സഞ്ചാരം പ്രകൃതി ദൃശ്യങ്ങൾ നിറഞ്ഞ ഫ്രെയിമുകൾ കൊണ്ടാണ് കിംകിടുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിലൊരു സ്ഥലത്ത് നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കുറച്ച് ദൃശ്യങ്ങളുണ്ട്. ഈ കുട്ടി മീൻ കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു അരുവിക്കകത്തേക്ക് കൈയിട്ടിട്ട് അവിടെ നിന്ന് മീനുകളെ പിടിച്ച് ആ മീനുകളുടെ ദേഹത്ത് കല്ലുകൾ കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് എറിയും. അപ്പോൾ ഈ ഭാരം നിറഞ്ഞ കല്ലുമായി മീനുകൾ നീന്തുന്നത് കാണാൻ ഇവൻ്റെ കണ്ണിൽ വല്ലാത്തൊരു കൗതുകമാണ്. പക്ഷേ ഇവനെ പിന്തുടർന്നു വരുന്ന സ്വാമീനെ ഇവൻ അറിയുന്നതേയില്ല. ഇവൻ ഈ മീനുകളെ കല്ലുകെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞ് അടുത്ത ജീവിയെ ഉപദ്രവിക്കാൻ പോകുമ്പോഴേക്കും സ്വാമി ഈ മീനുകളുടെ അടുത്തെത്തപ്പോഴേക്കും മീനുകൾ മരിച്ചു കഴിഞ്ഞിരിക്കും. ഈ ഭാരം ചുമക്കാനാവാതെ പീഡിപ്പിച്ച് ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പ ഇല്ലാത്ത ഈ കുഞ്ഞിൻ്റെ പിറകെ അനുകമ്പയുടെ ശരീരവുമായി ആ ഗുരു സഞ്ചരിക്കും. ഞാൻ ഈ കഥ വെറുതെ ഓർത്തത്, നമ്മളിപ്പോൾ സംസാരിക്കുന്ന ശിവഗിരിയിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലാത്ത അഞ്ചുതെങ്ങിൽ അഞ്ചങ്കോ ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്ക് നടത്തിയിരുന്നത് എൻ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ധർമാനന്ദ സ്വാമികളുടെ ശ്രീനാരായണ ജീവചരിത്രത്തിൽ ഈ സംഭവം വിശദീകരിച്ചിട്ടുണ്ട്. ഈ പത്മനാഭനൊരു കുസൃതി ഉണ്ടായിരുന്നു. അയാൾക്ക് ഏത് ഞണ്ടിനെയും ഇറുക്കാതെ പിടിക്കാൻ കഴിയുന്ന ഒരു കാലിബർ ഉണ്ടായിരുന്നു. ഞണ്ടിറുക്കിയാൽ വല്ലാത്ത നീറ്റലും വേദനയുമാണ്. ഞണ്ടിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ നീറ്റലിൻ്റെയും മുറിവിൻ്റെയും ആഴം മനസ്സിലാക്കാൻ പറ്റുക. പക്ഷെ ഈ പത്മനാഭൻ്റെ കുസൃതി അവിടം കൊണ്ട് തീരില്ല. അയാൾ ഈ ഞണ്ടുകളെ പിടിച്ചിട്ട് ഈർക്കിലിൽ തുണി ചുറ്റി എണ്ണ മുക്കി കത്തിച്ചിട്ട് ഈ ഞണ്ടിൻ്റെ കണ്ണിൽ കുത്തി നിർത്തും. എന്നിട്ട് ഈ ഞണ്ടുകളെ മണൽപ്പുറത്തേക്ക് അങ്ങ് വിടും. ആലോചിച്ചു നോക്കൂ, ക്രൂരതയുടെ മാക്സിമമാണത്. ഒരു ജീവിയുടെ രണ്ട് കണ്ണുകളിൽ, അത് മനുഷ്യൻ കണ്ണു ചുമന്ന് നടക്കുന്ന രംഗവുമായിട്ട് അതിനെ സങ്കല്പിക്കുകയേ ചെയ്യരുത്. ഞണ്ടെന്ന് പറഞ്ഞാൽ പരിണാമ ചരിത്രത്തിലെ ദീർഘകാലം ഒരേ ശരീരവുമായി ജീവിച്ച ഒരു അസാധാരണ ജീവിയാണ് ഞണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇരുകാലുകളിൽ നിന്ന് കൈകൾ ഉയർത്തി നിവർന്ന് നട്ടല് നിവർത്തി തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന അപാരമായ ഒരു ഗരിമ ഈശ്വരനാൽ സംഭാവന ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. പക്ഷെ ഞണ്ട് അങ്ങനല്ല. ഞണ്ട് ഈ ഭൂമിക്ക് തിരശ്ചീനമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ജീവിയാണ്. ആ ജീവിയുടെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ ആകാശത്തേക്കാണ് നീക്കുന്നത്. ആ കണ്ണുകളിൽ ഈർക്കിൽ കൂർത്തി നിർത്തി രാത്രിയിൽ ഈ ജീവികൾ പ്രാണവേദനയോടെ തലങ്ങും വിലങ്ങും ഓടുന്നത് കാണുമ്പോൾ പത്മനാഭൻ കൈകൊട്ടി ചിരിക്കും. ഒരിക്കൽ ഗുരുദേവൻ ഇത് കണ്ടിട്ട് പത്മനാഭനോട് പറഞ്ഞു, ഇത് പാപമല്ലേ, മേലാൽ ഞണ്ടിനെ പിടിക്കരുത്, ഇനി ഞണ്ടിനെ പിടിച്ചാൽ അത് ഇറുക്കും എന്ന് ഗുരു പത്മനാഭനോട് പറഞ്ഞു. ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. പത്മനാഭൻ വീണ്ടും തന്നെ ഞണ്ടുപിടുത്തം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരിക്കൽ ഞണ്ടിനെ തോണ്ടിപ്പോയ പത്മനാഭന്റെ ഒരു വിരൽ ഞണ്ട്
കടിച്ചു മുറിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ നീളം കുറഞ്ഞ വിരൽ ഞണ്ടിൻ്റെ കടി കൊണ്ട് മുറിഞ്ഞിട്ട് മറ്റു വിരലുകളെക്കാൾ ചെറുതായി പോയതിനെക്കുറിച്ച് ഈ ജീവചരിത്ര കഥയിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആലോചിച്ചത്, ഇമാതിരിയുള്ള കഥകൾ വീടുകൾക്കുള്ളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഞാനതുകൊണ്ട് കഴിയുന്നതും സമയം കിട്ടുമ്പോഴെല്ലാം മക്കളോട് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയും. ഒന്നാമതെൻ്റെ വീട് മുഴുവൻ ഗുരുവാണ്, തലങ്ങും വിലങ്ങും ഗുരുവാണ്. അപ്പോൾ അവന്മാർക്ക് സ്വാമി അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ അപരിചിതത്വമൊന്നും. ഇപ്പോൾ രാജേഷ് സാറിനൊക്കെ അറിയാം, സുമേഷിനൊക്കെ അറിയാം. അപ്പം ഗുരുവിനെ കുറിച്ച് ഓരോ ചിത്രം കാണുമ്പോഴും ഓരോ സംഭവം പറയും. ഞണ്ടിൻ്റെ കഥ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു ഫിലോസഫിക് വെളിച്ചം. ഇതേ 5 തെങ്ങിലൂടെ ഒരിക്കൽ ഗുരു കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി അഞ്ചിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ദർശനം കഴിഞ്ഞിട്ട് കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടി പോയിരുന്നു. രാത്രിയായി, വെളിച്ചം പാടേ മങ്ങി, ഇരുട്ടായി ശിവഗിരിയിലേക്ക് മടങ്ങണം. അപ്പോൾ ഗുരു തന്നോടൊപ്പമുള്ള CV ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദ, അടുക്കലുള്ള വീട്ടിൽ പോയിട്ടൊരു വിളക്ക് വാങ്ങിയിട്ട് വരുമോ? ഗോവിന്ദൻ ആ വീട്ടിലേക്ക് ചെന്നു. അത് മോറിസ് പെരൈര എന്ന് പറയുന്ന ഒരു പ്രമാണിയുടെ വീടായിരുന്നു. പെരൈര ഈ ആവശ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹം മാറ്റിവെച്ചിരുന്ന സിംഗപ്പൂരിൽ നിന്നോ മറ്റോ കൊണ്ടുവന്ന വിശേഷപ്പെട്ടൊരു വിളക്ക് മണ്ണെണ്ണ അരിച്ചൊഴിച്ച് കത്തിച്ച് ഗോവിന്ദന്റെ കയ്യിൽ കൊടുത്തു വിട്ടു. എന്നിട്ട് പെരൈര പിറകെ ചെന്നു. ഈ പെരൈര വരുന്നത് കണ്ട ഉടൻ തന്നെ ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ സെബാസ്റ്റ്യൻ പെരൈരയുടെ മകനല്ലേ? ഗുരുവിനോളം പ്രായമുള്ള ആളാണ് ഈ മോറിസ് പെരൈര. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള നിങ്ങൾ സെബാസ്റ്റ്യൻ പെരൈരയുടെ മകനല്ലേ? മോറിസ് പെരൈര അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഈ വിളക്ക് കത്തിച്ച് ആ വിളക്കിൻ്റെ പ്രഭയും ആ പ്രഭയേക്കാൾ വലിയ പ്രഭയായ ശ്രീനാരായണ ഗുരുവുമായി ഒരു ഭക്തസംഘം 5 തെങ്ങിൽ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുന്നത് ഒരുപാട് കാലം 5 തെങ്ങിലെ മനുഷ്യരുടെ ഉള്ളിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വീടിനെക്കുറിച്ചുള്ള ധർമ്മത്തെ ജനതയുടെ ഇടയിലേക്ക് ഒരിക്കൽ കൂടി പറയാൻ ഈ വെളിച്ചത്തെക്കാൾ വലിയ വെളിച്ചത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ സ്മൃതിയെ ഒരർത്ഥത്തിൽ ഞാൻ വായിക്കുന്നത്. അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് ചില ക്രിട്ടിക്കലായിട്ടുള്ള ഒബ്സർവേഷൻസ് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ആ ശ്രീനാരായണ ധർമ്മത്തിലൂടെ മെല്ലെ ഇങ്ങനെ ഒന്ന് സഞ്ചരിക്കുകയാണ്. ഒരുപാട് സമയമൊന്നും ഞാൻ എടുക്കാനും ആഗ്രഹിക്കുന്നില്ല. അതൊരു സമഗ്രമായ ദർശനമാണ്. ഒരു വ്യക്തി ജനിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിർണയിക്കാൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആളുകൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റുമോ? പറ്റും. ഇപ്പോൾ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് വീട് വയ്ക്കാനുള്ള പണം ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തന്തയും തള്ളയുമുള്ള കാലമാണ്. ഞങ്ങൾക്കൊരു ആൺകുഞ്ഞുണ്ടാവും, അവനെ ഇന്ന സ്കൂളിൽ പഠിപ്പിക്കും, അവൻ ഇത്ര മാർക്ക് നേടും, അവനെ എൻട്രൻസ് എഴുതിപ്പിക്കും, അവനെ ഡോക്ടറാക്കും, ഇത്ര രൂപ സ്ത്രീധനം വാങ്ങി ഇന്നയിടത്തുനിന്ന് കല്യാണം കഴിപ്പിച്ച് ഇന്നയിടത്തേക്ക് പറഞ്ഞയക്കുമെന്ന് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പോലും തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന അത്ര ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നിങ്ങളത് മാറ്റിവെക്കൂ. ഇപ്പോൾ റോബിൻ ശർമ്മയുടെ പുസ്തകം തന്നെയുണ്ട്. അങ്ങനെ ലാഭങ്ങൾക്ക് പിറകെ, തിളക്കങ്ങൾക്ക് പിറകെ പോകുന്ന മനുഷ്യരെല്ലാം, ശർമ്മയുടെ കുടുംബ വിജ്ഞാനം എന്ന പുസ്തകം വായിച്ചാൽ അറിയാം, അങ്ങനെ പോയവരൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ നിരാശയുടെ പടുകുഴിയിലേക്ക് ചെന്ന് വീഴും. പക്ഷെ ശ്രീനാരായണ ധർമ്മത്തിൽ ഒരു വ്യക്തി തൻ്റെ സാംസ്കാരിക ജീവിതത്തെ ആരംഭിച്ച് കുടുംബജീവിതത്തിലൂടെ, ബ്രഹ്മചര്യത്തിലൂടെ, കുടുംബജീവിതത്തിലൂടെ, സന്യാസത്തിലൂടെ, സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടവിൽ, ഒരാളും ചോദ്യം ചെയ്യാത്ത പടവിൽ, ഒരൽപ്പം പോലും ഒച്ച ഉയർത്താത്ത പടവിൽ, ഈ ശാരദാദീപം പോലെ നോക്കൂ, എന്തൊരു പ്രഭയാണ്. ആരാധനാലയങ്ങളുടെ ആരാധനാലയം എന്ന് പറയാൻ പറ്റുന്ന ശാരദാദേവിയുടെ സമക്ഷത്തിൽ നിൽക്കുമ്പോൾ വെറുതെ നോക്ക്, എന്തൊരു പ്രഭയാണ്. ഈ പ്രഭ ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്ര വരിഷ്ഠമായ തത്വചിന്തകൾ കൊണ്ട് വിലസിതമായിരിക്കുന്ന ശ്രീനാരായണ ധർമ്മത്തിലെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ മാത്രം ഒറ്റപ്പെട്ട് നമ്മൾ വായിച്ചാൽ പോരാ. അത് ആ തുടർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ്.
പെരിയാറിൽ അദ്വൈതാശ്രമത്തിന്റെ മുറ്റത്തുകൂടി ഒഴുകുന്ന ജലം, അത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തിന്റെ തുടർച്ചയാണ്. ആ പശ്ചിമഘട്ടത്തിലേക്ക് വീഴുന്ന പ്രപഞ്ച ജലത്തിന്റെ തുടർച്ചയാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു ചിന്തയാണ്. നോക്കൂ, ശ്രീനാരായണ ധർമ്മത്തെ ഒന്ന് തുറന്നു വായിച്ചു നോക്കൂ. സ്ഥിതിമേതാം സമാലോക്യ കലുഷാമനവ അവസ്ഥിതാം വ്യാമോഹമുപഗച്ഛാമ സത്യാസത്യ വിവേകത. കലുഷവും സ്ഥിരമല്ലാത്തതുമായി സ്ഥിതി കണ്ട് സത്യാസത്യ വിവേകമില്ലാത്തവരായി ഞങ്ങൾ വ്യാമോഹത്തിലേക്ക് പതിച്ചിരിക്കുന്നു ഗുരു എന്ന് ബോധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിലുള്ള സന്യാസിമാർ ഗുരുവിനോട് പറഞ്ഞു. ഗുരു, ഈ ലോകത്തിന്റെ കലുഷാവസ്ഥ കണ്ടിട്ട്, ജാതിഭേദം മതദ്വേഷം കൊണ്ട് പൊറുതിമുട്ടിയ ഈ ദോഷം കണ്ടിട്ട് ഞങ്ങളും ആകെ പൊറുതിമുട്ടി സത്യാസത്യ വിവേകമില്ലാത്തവരായി തീർന്നിരിക്കുന്നു ഗുരു. അതിനാൽ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അങ്ങ് ചില മാർഗങ്ങൾ പറഞ്ഞു തരുമോ? ഈ മാർഗങ്ങളിൽ ഒരു മാർഗമാണല്ലോ നല്ല കുടുംബം എന്ന് പറയുന്ന സങ്കല്പവും. അതൊരൊറ്റപ്പെട്ട വിഷയമല്ല എന്ന് പറഞ്ഞാൽ, നാം ജീവിക്കുന്ന സമകാലിക അവസ്ഥയുടെ സത്യാസത്യ വിവേകത്തെ തിരിച്ചറിയാൻ പറ്റാത്ത കാലത്തും ഗുരു ഒരു ഉത്തരമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഗുരു പറഞ്ഞു തുടങ്ങുന്ന മറുപടി ഗംഭീരമാണ്. ധർമ്മമാണ് അറിയപ്പെടേണ്ടത്. കർമ്മങ്ങളെല്ലാം ധാർമ്മികമായിരിക്കണം. ഒരു ഉറുപ്പിക കൈകാര്യം ചെയ്യുന്നതിൽ പോലും ധാർമ്മികതയുടെ രുചിയില്ലെങ്കിൽ ആ ഒരു ഉറുപ്പിക തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടേ പോകൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു ഉറുപ്പിക മാത്രമല്ല, ഞാനൊരു അധ്യാപകനാണല്ലോ, ഒരു കുഞ്ഞിനിടുന്ന അരമാർക്ക് പോലും നമ്മുടെ സർവീസ് കാലത്തിന്റെ അവസാനത്തിന്റെ മുമ്പ് അരമാർക്ക് അധർമ്മമാണെങ്കിൽ തിരിഞ്ഞു നിന്ന് ചോദിക്കാതെ പോവില്ല. സന്താനങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി, സ്വാർത്ഥലാഭത്തിനു വേണ്ടി അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അധർമ്മം എണീറ്റ് നിന്ന് നമ്മളോട് ചോദ്യം ചോദിക്കാതെ പോവില്ല എന്ന് കർമ്മശാസ്ത്രത്തിലേക്ക് ധർമ്മത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു പറയുന്ന കൃതിയാണല്ലോ ആ സ്മൃതി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നത്. അനുഷ്ഠേയോപദേഷ്ടവ്യോ ധർമ്മ ലോക പ്രവർത്തക. ധർമ്മമായിരിക്കണം ലോകത്തെ പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ധർമ്മം, യൂണിവേഴ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ധർമ്മമായിരിക്കണം നമ്മുടെ വീട്ടിലും പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് സന്യാസിമാർ ഗുരുവിനോട് അടുത്ത പടവ് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നത് മനുഷ്യന്റെ ഏകതയെക്കുറിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ, ഗുരു ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പറയുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പിന്തുടരാതെ വെറും ഗൃഹസ്ഥാശ്രമത്തിലേക്ക് മാത്രം പോയിട്ട് കാര്യമില്ല. ഗൃഹസ്ഥാശ്രമ കർമ്മത്തിൽ ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു, ബാക്കി ഒന്നിലും ഞാൻ ഗുരുവിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് ധാർമ്മികമല്ല എന്നാണ് ഗുരുസ്മൃതി മുൻനിർത്തിയിട്ട് പറയാൻ പറ്റുക. എന്താ ഗുരുവിന്റെ ഫിലോസഫി? ഗുരു പറഞ്ഞത് ഏറ്റവും പ്രസ്പഷ്ടമായ കാര്യമാണ്. മനുഷ്യ ശ്രേഷ്ഠതയെ നാം പറയുന്നു. ഇതിപ്പോ പൂച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ധർമ്മമൊന്നുമല്ല. ഇപ്പൊ ശിവഗിരി കുന്നുകളിലെ കാക്കകൾക്ക് വേണ്ടി ഗുരു ധർമ്മമൊന്നും എഴുതിയിട്ടില്ല. ഗുരുവിനൊരു കാര്യം ഉറപ്പുണ്ട്, കാക്കയെ പഠിപ്പിക്കേണ്ട കാര്യം എന്തില്ല, അതിന് മര്യാദയുണ്ട്. ഈ മത്സ്യങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ മനുഷ്യനെ പഠിപ്പിച്ചേ മതിയാവൂ. കാരണം മനുഷ്യന്റെ ശ്രേഷ്ഠത മെച്ചപ്പെട്ടാൽ മെച്ചവും നശിച്ചാൽ നാശത്തിന്റെ പടുകുഴിയിൽ ചെല്ലുന്നതുമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് മനുഷ്യനെ സാംസ്കാരികമായി ഉദ്ബോധിപ്പിക്കണം. അതുകൊണ്ട് ഗുരു ജാതിയെക്കുറിച്ച് പറഞ്ഞു. ജാതിരേഖാം മനുഷ്യാണാം മതമേകമനിന്ദിതം. ഒരു മതത്തെയും നിന്ദിക്കരുത്. എന്നിട്ട് ഗുരു പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ആകർഷകം. ദേവോപ്യേക, ഒറ്റ ദൈവമേ ഉള്ളൂ. അപ്പൊ ചിലര് വേണമെങ്കിൽ എനിക്കെതിരെ അറ്റാക്കിന് വരാം. നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവനല്ലേടാ? അതെ, പിന്നെന്തിന് നിനക്ക് വേറെ ദൈവങ്ങൾ എന്ന് ചോദിച്ചാൽ ഏത് ദൈവമാണ് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു ദൈവത്തെ നിന്ദിക്കണം? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം വളരെ സിമ്പിളാണ്. ഇപ്പം എൻ്റെ ദൈവം അള്ളാഹു ആണെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ശിവനെ നിന്ദിച്ചാൽ, ശിവനെ ദൈവമാണെന്ന് കരുതുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. ഞാൻ അവരെ കൂടി നിന്ദിക്കുകയാണെന്നല്ലേ അർത്ഥം. ഫലത്തിൽ ഞാൻ എൻ്റെ അള്ളാഹുവിനെയാണ് നിന്ദിക്കുന്നത്. കാരണം അത് എത്രയോ മനുഷ്യരുടെ ദൈവസങ്കല്പമാണ്. ദൈവത്തോട് ഒരാൾക്ക്
ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ, ആത്മാർത്ഥമായ സമർപ്പണമുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു ദൈവസങ്കല്പത്തെയും യഥാർത്ഥമായ ഈശ്വരവിശ്വാസിക്ക് നിന്ദിക്കാനേ പറ്റില്ല. അതെന്നെ പഠിപ്പിച്ച മണ്ണ് ശിവഗിരിയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമല്ലോ, വാസുദേവാഷ്ടകത്തിലെ. ദൈവം കാരുണ്യത്തിൻ്റെ, ദൈവം കരുണയുടെ, സ്നേഹത്തിൻ്റെ അചഞ്ചലമായ സ്ഥാനമാണ്. ആകയാൽ നാം ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഭിന്നതയുണ്ടെങ്കിലും ദേവോപ്യേക എന്ന സങ്കല്പം ഒരുപക്ഷെ ഇന്ന് ചരിത്രത്തിനും ആന്ത്രോപോളജി ഒന്നും അത് നിരാകരിക്കുന്നില്ല. ഈ അടിസ്ഥാനത്തിൽ വേണം ശ്രീനാരായണ ധർമ്മത്തെ ഉറപ്പിച്ചിട്ടുള്ള ഒരു കുടുംബവും ഉണ്ടായി വരാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ലോകം മുഴുവൻ ഞാൻ ശ്രീനാരായണ ധർമ്മത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് എൻ്റെ വീട് ഒരു വർഗീയവാദിയുടെ വീടായി തീരാൻ പാടില്ല. എൻ്റെ മക്കൾ എണീറ്റ് നിന്നിട്ട് ദൈവസങ്കല്പങ്ങളെ പുച്ഛിക്കാൻ പാടില്ല. അപ്പോൾ മോൻ പറയുകയാണ്, വാപ്പാ എൻ്റെ ദൈവം ഒഴികെ മറ്റെല്ലാ ദൈവങ്ങളെയും ഞാൻ പുച്ഛിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മം അവിടെ തകർന്നു വീണില്ലേ? ധർമ്മം തുടക്കം മുതൽ ജാതി ഏകം, ഒറ്റ ജാതി, മതമേകം, ഏകദൈവം, ആ സങ്കല്പത്തിൽ ഉറച്ച് പടിപടിയായി വരുന്ന ഒരു ഗൃഹസങ്കല്പമാണ് സത്യത്തിൽ ഇപ്പോ ലോകം മുഴുവൻ വിറ്റുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് യുവാൽ നോവ ഹരാരിയുടെ സാപ്പിയൻസ്. ആദ്യത്തെ ബുക്കാണ്, ഹരാരിയുടെ ആദ്യത്തെ ബുക്ക്. കോടിക്കണക്കിന് പുസ്തകങ്ങൾ ചെലവഴിച്ചു. അതിൽ അദ്ദേഹം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, എല്ലാ ജീവികൾക്കും കുടുംബമുണ്ട്. കാക്കയ്ക്ക്, കുയിലിന്, പക്ഷികൾക്ക്, പാരറ്റിന്, പൂച്ചയ്ക്ക്, കടുവയ്ക്ക് കുടുംബങ്ങളുണ്ട്. പക്ഷെ മനുഷ്യന്റെ കുടുംബത്തിനൊരു പ്രത്യേകതയുള്ളത്, ഒരു മനുഷ്യ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ രൂപത്തിലല്ല. നടക്കാൻ പോലും പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല. ഒരു പൂച്ചക്കുഞ്ഞിന് ഒരാഴ്ച കൊണ്ട് സ്വന്തം തീറ്റ തേടി പോവാം. പക്ഷെ ഒരു മനുഷ്യക്കുഞ്ഞിന് ഒരാഴ്ച കൊണ്ടെന്നല്ല, ഒരു മാസം കൊണ്ടെന്നല്ല, ഒരു വർഷം കൊണ്ടുപോലും സ്വയം തീറ്റ തേടി പോകാൻ കഴിയില്ല. ഹരാരി പറയുന്ന വാക്യം ഇതാണ്: മനുഷ്യർ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തീച്ചൂളയിൽ നിന്നൊഴുകിയിറങ്ങുന്ന സ്ഫടികം പോലെയാണ്. ഈ സ്ഫടികത്തെ വേണ്ട വിധത്തിൽ ഉരുക്കി മെരുക്കി ആകർഷകമാക്കി മാറ്റി തീർക്കുക എന്ന കർത്തവ്യം ആരിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അത് മാതാപിതാക്കളിൽ മാത്രമല്ല, അത് ഗുരുനാഥരിൽ മാത്രമല്ല, അത് സന്യാസ സമൂഹത്തിൽ മാത്രമല്ല, അത് അയൽക്കാരിലും സുഹൃത്തുക്കളിലും രാഷ്ട്രീയ നേതാക്കന്മാരിലും സാംസ്കാരിക പ്രവർത്തകരിലും എഴുത്തുകാരിലും ചലച്ചിത്ര പ്രവർത്തകരിലും സകലമാന മനുഷ്യരിലും ഉണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഗുരു പറയുകയാണ്. ഞാൻ ചുരുക്കുകയാണ്. എന്തൊക്കെ പഠിക്കണം? ഇപ്പൊ ധർമ്മത്തിന്റെ ആദ്യ പടവ് അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം. സത്യത്തിൽ വ്യഭിചാരം മനുഷ്യന്റെ സാംസ്കാരികമായ നന്മയെ മുഴുവൻ ഇല്ലാതാക്കിക്കളയുന്ന അങ്ങേയറ്റത്തെ അധർമ്മമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വ്യഭിചാരിയായ വ്യക്തിക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുകയേയില്ല. ധാർമ്മികതയുടെ ഒരു പടവിനെയും ചവിട്ടാൻ കഴിയില്ല. മദ്യവർജനം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം കൂടെ കുടുംബത്തിനകത്തേക്ക് കയറി വന്നാൽ എങ്ങനെ ഇരിക്കും? തന്ത മുതൽ താഴോട്ട് കള്ളമല്ലാതെ വാ തുറന്നാൽ പറയില്ല. അഹിംസ എന്ന് പറയണത് തൊട്ട് തീണ്ടിയിട്ടില്ല. അസ്തേയമില്ല, വ്യഭിചാരമാണ് ചരിത്രം. മദ്യം കൊണ്ട് കൂത്തലങ്ങി നടക്കുകയാണ്. ഈ ഗുരു പറഞ്ഞ വാക്യത്തിന്റെ തീക്ഷ്ണതയൊക്കെ ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം. പണ്ടൊരാൾ കുടിച്ചാൽ അറിയാം കുടിച്ചിട്ട് നടക്കുകയാണ്, അവിടെ ആടിയാണ് നടക്കുന്നത്. പണ്ടൊരുത്തൻ കഞ്ചാവ് അടിച്ചാൽ അറിയാം കഞ്ചാവിന്റെ പുകയിലിരിക്കുകയാണ്. പക്ഷെ MDMA കഴിച്ചവനെ അറിയാൻ പറ്റുന്നില്ല. ഇവൻ ഏത് സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തത് കൊണ്ട് സകലമാന ദുഷ്ചെയ്തികളുടെയും കർമ്മശാസ്ത്രം ആധാർമികമായി വരുമ്പോ ഇത് വീടിനകത്തേക്ക് ഇടിച്ചു കയറാതിരിക്കാൻ ഗുരു ശുദ്ധി പഞ്ചകവും അത് കഴിഞ്ഞ് സൂതകം പറയും. നോക്കൂ, വേണമെങ്കിൽ ഒരാൾക്ക് വിമർശിക്കാം, ഗുരു കല്യാണം കഴിച്ചിട്ടുണ്ടോ, ഗുരുവിന് വീടുണ്ടോ, ഗുരുവിന് മക്കളുണ്ടോ? ഇതൊന്നുമില്ലാത്ത ഗുരു പ്രസവത്തെക്കുറിച്ച് എങ്ങനെ പറയും? സച്ചിദാനന്ദ സ്വാമിയുടെ ആർട്ടിക്കിളിനെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. അപൂർവ വൈദ്യൻ. ഈ ശിവഗിരിയിൽ ഒരാൾ ഒരിക്കൽ ഇങ്ങനെ പടി കയറി വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു, ഗുരു വീട്ടിലൊരു ഇരിക്കുക പുറത്തിയില്ല, എനിക്ക് സന്യാസം വേണം. അപ്പൊ സ്വാമി ചോദിച്ചു, എന്താ ജോലി? ചെത്താണ് ഗുരു. ഓഹോ, ചെത്തിന്റെ അയോധ്യാകാന്ഡമാണോ സന്യാസം എന്നാണോ ധരിച്ചിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ മക്കളൊക്കെ ഉണ്ട്.
അവരോട് കലഹിച്ചിട്ടാണ് സന്യാസത്തിന് വന്നിരിക്കുന്നത്, ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണം, തനിക്ക് പറ്റിയതല്ല സന്യാസം. നേരെ പോയിട്ട് അവരെ പരിരക്ഷിച്ചും അവരോട് ചേർന്നും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ശുദ്ധി പഞ്ചകത്തിന്റെ പടവിലൂടെ കടന്ന് സൂതകം, ബാലോപചരണം, വിദ്യാരംഭം പറഞ്ഞ് ആശ്രമധർമ്മത്തിലേക്ക് കയറും. നോക്കൂ, ഇതെല്ലാം പരിപാലിക്കണം. ഇതെല്ലാം ഗുരുവിനെ അനുസരിച്ചാലേ ഗുരു പറയണ ഒരു ഗൃഹസങ്കല്പത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ്. ഞാൻ ധർമ്മത്തിൽ നിന്ന് പ്രസക്തമായ ഭാഗങ്ങളൊന്നും വായിച്ച് സത്യത്തിൽ എൻ്റെ സമയം അധികം എടുക്കുന്നില്ല. പക്ഷെ എന്നെ നയിക്കുന്ന ഒരുപാട് വാക്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനകരമായി ഇവിടെ പറയാൻ പറ്റും. ധർമ്മപഞ്ചകവും ശുദ്ധിപഞ്ചകവും സദാ ഗൃഹസ്ഥാശ്രമി അനുസരിക്കണം. അതുപോലെ തന്നെ അതർക്കിത ഫലാവഹമായിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളും യഥാവിധി അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ എത്രമേൽ വരിഷ്ഠമായ ഒരു ഗൃഹസങ്കല്പത്തെ ശ്രീനാരായണ ഗുരു നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് കൂടി പറയണം. സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ കുടുംബം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇപ്പോൾ തീർത്ഥാടനം തുടങ്ങിയിട്ടൊരു നൂറ്റാണ്ടിന് താഴെ ആയിട്ടുള്ളൂ. ഈ ഒരു നൂറ്റാണ്ടിന് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ എന്തായിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ? ഗുരു 908 SNDP സെക്രട്ടറിക്ക് അടക്കം ആ SNDP മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ എന്നോണം അയച്ചു കൊടുത്തൊരു സന്ദേശമുണ്ട്. എന്തൊക്കെ നിങ്ങൾ സംസാരിക്കണം, ജനങ്ങളെ എങ്ങനെ കൊണ്ടുവരണം, ഈശ്വരനെ, കോവിലിനെ, ജീവിതത്തെക്കുറിച്ച് അവരെ എങ്ങനെ ഉദ്ബോധിപ്പിക്കണം, സാംസ്കാരിക ജീവിതം ഉണ്ടാകണമെന്ന് പറയുന്നിടത്തൊരു മെസ്സേജ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നാട്ടിൽ ഇപ്പോഴും ഒരുത്തന് പല ഭാര്യമാരും ഒരുത്തിക്ക് പല ഭർത്താക്കന്മാരുമെന്ന വ്യവസ്ഥ നടപ്പിലുണ്ട്. അത് നല്ലതല്ല. അത് അവസാനിപ്പിക്കാൻ പരിശ്രമിക്കണം. സത്യത്തിൽ അത് അവസാനിച്ചത് കൊണ്ടാണ് അന്തസ്സുള്ള ഒരു കേരളം ഉണ്ടായത്. ആലോചിച്ച് നോക്കൂ, ആ സംബന്ധ പരിപാടിയൊക്കെ തുടർന്ന് വന്നിരുന്നെങ്കിൽ മനുഷ്യന് തല ഉയർത്തി നടക്കാൻ പറ്റുമായിരുന്നു. സ്വാമി പറയുന്നത് വൃത്തിയുള്ള സാംസ്കാരിക ജീവിതത്തെ അനുസരിക്കുന്ന ഭംഗിയുള്ള ഒരു കുടുംബം ഉണ്ടാകണം. അച്ഛനും അമ്മയും എന്ന് പേര് വിളിച്ച് മക്കൾക്ക് അടുത്തു വരാൻ പറ്റണം, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റണം. ഇതെല്ലാം ചേർത്തിട്ടാണല്ലോ വിവാഹവിധി ആദ്യം ഗുരു പറയണത്. പരിഷ്കരിച്ച വിവാഹവിധി അനുവദിക്കണം. 10 പേര് അടങ്ങുന്ന അംഗം, അതിൽ അച്ഛൻ, അമ്മ, സുഹൃത്തുക്കൾ. ഈ അച്ഛൻ അഭിമാനത്തോടെ കുഞ്ഞിനെ കൈപിടിച്ച് കൊടുക്കണം. എൻ്റെ കുഞ്ഞിനെ ഞാൻ തരുന്നു, അതൊരാൾ ഏറ്റുവാങ്ങുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ വിളക്കായി ഞാൻ ഏറ്റുവാങ്ങും. പുളികുടി അവസാനിപ്പിക്കുമ്പോൾ ഗുരു കരിങ്കുളത്ത് വെച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. പണ്ടെന്തിനാ പുളികുടി? ഗർഭിണികൾക്കും ഉത്തമ സന്താനങ്ങൾക്കും വേണ്ടി നിലനിർത്തിയിരുന്ന പുളികുടി അവസാനിപ്പിക്കുമ്പോൾ ഗുരു പറഞ്ഞു ഈ പരിപാടി വെച്ച് അവസാനിപ്പിക്കണം. എന്നിട്ട് ഗുരു പറഞ്ഞ 4 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗർഭിണികളുടെ മനസ്സിനും ശരീരത്തിനും വാക്കുകളെ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ ക്ലേശത്തെ വരുത്തരുത്. അതിന് പുളികുടിയുടെ ആവശ്യമൊന്നുമില്ല. തിരണ്ട് കല്യാണം ഒന്നും വേണ്ട, കെട്ടുകല്യാണം വേണ്ട. ഇതൊക്കെ നല്ല കുടുംബം ഉണ്ടാകാൻ നല്ലതല്ല. ഗർഭിണികൾക്ക് നല്ല വാക്കുകൾ കൊണ്ട് ആശ്വാസം വരുകണം. അവരോട് പൂർവാധികം സ്നേഹമായി പെരുമാറുകയും കഴിയുന്നവണ്ണം അവരെ ഉപചരിക്കുകയും വേണം. ഇങ്ങനെ 4 കാര്യങ്ങൾ. എത്ര ശാസ്ത്രീയമായിട്ടാണ് ഒരു വ്യക്തി ഗർഭത്തിൽ ഉരുവം കൊള്ളുന്നത് മുതൽ മരിക്കുന്നതുവരെ അതിനുശേഷവുമുള്ള കർമ്മശാസ്ത്രത്തെ പറ്റി ശ്രീനാരായണ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ചിട്ടവട്ടത്തെ നാം നമ്മുടെ ഗൃഹപരിസരത്തിലേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബുദ്ധമത പാരമ്പര്യം അനുസരിച്ച് മഹാകാരുണ്യ ബോധിസത്വനായ അവലോകിതേശ്വരനെ കുറിച്ചിട്ടുള്ളൊരു സങ്കല്പമുണ്ട്. ബോധിസത്വത്തിന്റെ പല അവതാരങ്ങളിൽ ഒന്നാണല്ലോ അവലോകിതേശ്വര അവതാരം, അല്ലെങ്കിൽ ആ സങ്കല്പം. കമ്പാഷനാണ്, കരുണയാണ് അവലോകിതേശ്വരന്റെ ആ പ്രഭാവം. ഇദ്ദേഹത്തിന് എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ പറ്റും അവലോകിതേശ്വരന്. എന്ന് മാത്രമല്ല, പരമമായ 5 ശബ്ദങ്ങൾ ഉച്ചരിക്കാനും അവലോകിതേശ്വരന് കഴിയും. ഏതൊക്കെയാണ് ആ ശബ്ദങ്ങൾ? ഇത് തിച്ച് നാഥ് ഹാനിന്റെ പ്രസിദ്ധമായ പുസ്തകം സൈലൻസ്, ദ പവർ ഓഫ് ക്വയറ്റ് ഇൻ എ വേൾഡ് ഫുൾ ഓഫ് നോയ്സ്. ഒച്ച നിറഞ്ഞ ലോകത്തിൽ എന്താണ് മൗനത്തിന്റെ ഗാംഭീര്യം
എന്ന് പറയുമ്പോൾ അവലോകിതേശ്വരനെ പറഞ്ഞിട്ട് എന്താണ് ആ പഞ്ചശബ്ദങ്ങൾ? ഒന്ന്, നമ്മെ വിളിക്കുന്ന ജീവിതത്തിലെ പക്ഷികളുടെയും ആകാശത്തിൻ്റെയും ശബ്ദം. രണ്ട്, ലോകത്തെ നിശബ്ദതയോടെ നിരീക്ഷിക്കുന്നതിൻ്റെ ശബ്ദം. മൂന്ന്, ബ്രഹ്മശബ്ദം, ഓംകാരം എന്ന് അർത്ഥം. അത് ബൈബിളിൽ പറയുമ്പോൾ ആദിയിൽ വചനമുണ്ടായി എന്ന ശബ്ദം. ഖുർആനിൽ പറയുമ്പോൾ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നുള്ളതിലെ അലിഫ് ലാം മീം പോലെയുള്ള ശബ്ദം. നാലാമത്തെ ശബ്ദം ഉയരുന്ന വേലിയേറ്റത്തിന്റെ ശബ്ദം. അഞ്ച്, എല്ലാറ്റിനെയും മറികടക്കുന്ന സർവവ്യാപിതയുടെ ശബ്ദം. ഈ ശബ്ദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അപാരമായ തേജസ്സുള്ള പ്രഭാവശാലിയായ അവലോകിതേശ്വര രൂപമായി ഞാൻ ശ്രീനാരായണനെ കാണുന്നു. ആ ശബ്ദം കൊണ്ട് നമ്മുടെ ഗാർഹിക പരിസരങ്ങളെ നമുക്ക് ജ്വലിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ വീടുകൾക്കകത്തേക്ക് അധർമ്മത്തിൻ്റെ കയറ്റമുണ്ടാകില്ല എന്ന് നിസ്സംശയം പറയാവുന്ന വിധം തേജസാർന്നതായി ഈ സെഷനെയും ഈ സെഷനിൽ വർത്തമാനം പറയാൻ കിട്ടിയ അവസരത്തെയും കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.